അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല. പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? കേട്ടോ. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടനും MLA-യുമായ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്റെ മോന് വേണ്ടിയാ നശിച്ചു പോണേ, എന്റെ മോൻ നശിച്ചു പോണേ, ഈ ജന്മം രക്ഷപ്പെടല്ലേ ഭഗവാനെ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഉടനെ തന്നെ സംഭവിക്കും കേട്ടാ. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കൊല്ലം MLA M മുകേഷിനെതിരെ ലൈംഗികാതിക്രമ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. വെരി ഗുഡ് പ്രാർത്ഥന ഏറ്റു തുടങ്ങി. മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞിട്ടില്ല രാമ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. അതായത് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മുകേഷ് ഇനിയും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതുണ്ടോ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഒരു കേസ് വന്നു, ലൈംഗികാതിക്രമത്തിലാണ് കേസ് മുകേഷിനെതിരെ എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ MLA സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. MLA സ്ഥാനത്ത് മുകേഷ് തുടരുന്നതിൽ ഉള്ള അഭിപ്രായം അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. തുടരണോ തുടരണ്ടയോ എന്തായിരിക്കും എന്നുള്ളത്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു പ്രതീക്ഷ കിട്ടില്ലേ കെ അനിൽകുമാർ? താങ്കൾ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞായി എന്ന രീതിയിലുള്ള മറുപടിയാണ് പറയുന്നത്. പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും പൊതു നിലപാടുണ്ടെങ്കിൽ മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണോ അഭിപ്രായം? തെറ്റാണ്. അധികാര സ്ഥാനത്തല്ല ഇരിക്കുന്നത്, MLA സ്ഥാനത്ത് ഇരിക്കുന്ന മുകേഷിന്റെ രാജി വേണ്ട എന്നുള്ള അഭിപ്രായമാണ് കെ അനിൽകുമാറിനുള്ളത്. അത്രയല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. മുമ്പ് PJ ജോസഫിനെതിരെയൊക്കെ ഉണ്ടായ എല്ലാ പരാതികളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് താങ്കൾ പറയുന്നത് അവിടെ അങ്ങനെ ആയിരുന്നല്ലോ, അപ്പൊ ഇവിടെ ഇങ്ങനെ മതി എന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ശരിയാണ്. ഒന്നൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.